കാണുന്നവർ ചിലപ്പോൾ പ്രാന്തമെന്നൊക്കെ പറയും, പക്ഷേ ഇങ്ങനൊരു വെതറിൽ ഇത്രയും ഹൈറ്റ് വന്ന് കാറ്റും കാഴ്ചയൊക്കെ കിട്ടുമ്പോൾ ഒരു കിക്ക് ഉണ്ട്. ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ്. സോ ലെറ്റ് സർക്കിറ്റ് ടുഗദർ. പുതിയ പടക്കുതിരയെ വാങ്ങിയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ സർക്കിറ്റാണിന്ന്. ഹൈ റേഞ്ചിൽ കയറുന്ന മുന്നേ പെട്രോളൊക്കെ സെറ്റാക്കി വണ്ടിയുടെ ആദ്യ സർവീസ് കഴിയാത്തതുകൊണ്ട് തൊട്ടടുത്ത എവിടെയെങ്കിലും ഒരു ട്രയൽ അടിച്ചിട്ട് വരാമെന്ന് ഓർത്തപ്പോഴാണ് സ്വർഗ്ഗക്കുന്ന് ഓർമ്മ വന്നത്. ടൈം ഏതാണ്ട് 3 മണിയായിട്ടുണ്ട്. കുറച്ച് കഴിയാന്നോർത്ത് മാറ്റി വെച്ച വിഷപ്പൊക്കെ ആമാശയത്തിൽ ഡബിളായിട്ടുണ്ട്. ഹോട്ടൽ ബോർഡ്സ് ശ്രദ്ധിച്ചുകൊണ്ട് പോയാൽ ഞാനത് കണ്ടു. മന്തി. യെസ്, റെസ്റ്റോറൻറ്റിൻ്റെ മെനു ബോർഡ്സ് കണ്ടപ്പോൾ മനസ്സ് മന്ത്രിച്ച മാഗിയും ബ്രെഡ് ഓംലേറ്റൊക്കെ ഞാൻ മറന്നുപോയി. അങ്ങനെ മഴയത്തൊരു മന്തിയും കിട്ടി. ആഹാ, ഇതുവരെ കാര്യങ്ങൾ ചില്ലാണ്. ഇനി മലമണ്ടേ കയറി അവിടുത്തെ വ്യൂവും കണ്ട് കുറച്ച് മഴയോ മഞ്ഞൊക്കെ കൊള്ളാൻ പറ്റിയ കുറേ നാളിന് ശേഷമുള്ള ഈ സർക്കിറ്റ് ഒരു ഫൈൻ റിഫ്രഷ്മെൻ്റ് ആകും. തനിച്ച് ഇതുപോലൊരിടത്തൊക്കെ എത്തിപ്പിടിച്ച് പോകാം, പക്ഷേ ലക്ഷ്യത്തിലെത്തുമ്പോഴേക്കും ഒരു പുഞ്ചിരിയിലൂടെ പടർന്ന സൗഹൃദങ്ങൾ എല്ലായ്പ്പോഴും ആവർത്തിക്കാറുണ്ട് എന്നതാണ് നാളിത്രയും ചരിത്രം. അതങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കട്ടെ. കാരണം യാത്രകളിലെ പുഞ്ചിരികൾ എപ്പോഴും കണ്ണാടിയാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരേ ടൈപ്പ് പ്രാന്തുള്ളവരുടെ കൂടിച്ചേരുകളാണ് ഇവിടം. അങ്ങനെ കക്കാടംപൊയിലെ സ്വർഗ്ഗക്കുന്നിൻ്റെ നെറുകയിൽ കയറി 4 പാടം നോക്കുമ്പോൾ 4ഇടത്തും 4 ടൈപ്പ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. വെയിൽ, കാറ്റ്, മഴ, മഞ്ഞ്, അങ്ങനെയൊക്കെ. അധികം വൈകാതെ പ്രകൃതി നല്ല തണുപ്പും മഴയൊക്കെ തന്ന് മനസ്സ് നിറച്ച് പകലിന് വിട പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ചുറ്റും പലരിലും ഞാൻ എന്നെ തന്നെയാണ് കണ്ടത്. എന്നെ തേടിയുള്ള സർക്കിറ്റുകൾ ഇനിയും നിങ്ങളിലും പുനർജനിക്കട്ടെ.